ഈ തോപ്പിൽ വീട്ടിലേതാ? അത് അല്ല, എന്തോ കാര്യം എന്താ? ഒരു സെയിൽസ്മാനാ, അപ്പം സെയിൽസ് ചെയ്യാൻ വന്നതാ. അതാ വീട്. ഇതോ? ശരി. ആദ്യമായിട്ടാ ഒരുത്തം അഡ്രസ് ചോദിച്ചിട്ട് സെയിൽസ് ചെയ്യുന്നത്. ആദ്യ സെയിൽസ്മാൻ ആരാ? എന്തോ വേണ്ടേ? ഞാൻ പ്രഭാകരൻ മെമ്മോറിയൽ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിന്ന് വരുവായിരുന്നു. ലിമിറ്റഡ് കമ്പനിക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? എന്റെ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ട്, അത് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നത്. ഇവിടെ ഒന്നും വേണ്ട, മനസ്സിലായി. അവസാനം നമ്മളെ കൊണ്ട് സാധനം എടുപ്പിക്കാനില്ലയോ? ഇവിടെ ഇഷ്ടം പോലെ സാധനമാണ്. ചേച്ചി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ മതി. മേടിക്കണോ നിർബന്ധമില്ല, ഒന്ന് കണ്ടാ മതി. ഞാൻ ഒരു വട്ടം ഒരു കാര്യം പറഞ്ഞു കേട്ടല്ലോ. കഷ്ടമുണ്ട് ചേച്ചി, ഒന്ന് കാണു ചേച്ചി. ഞാൻ ഇത്രയും ദൂരം സഞ്ചരിച്ച് വന്നതാ. ഹായ്, കളിപ്പാട്ടം കൊണ്ടുവന്ന മാമൻ. കുട്ടികൾക്ക് വേണ്ടിയുള്ള മെയിൻ ഐറ്റംസാ നമ്മുടെ കയ്യിലുള്ളത്. കുട്ടികൾക്ക് തലച്ചോറിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കളിപ്പാട്ടം വല്ലതും ഉണ്ടോ? അയ്യോ, അതൊക്കെ നമ്മുടെ ഈ മെയിൻ ആയിട്ടുള്ളത് എന്തൊക്കെയാന്ന് വെച്ചാൽ ABCD 1 2 3 അഡീഷൻ, സബ്ട്രാക്ഷൻ, അതുപോലെ തന്നെ ആനിമൽസിന്റെ നെയിം, പ്ലെയിന്റെ നെയിം, ബസ്സിന്റെ നെയിം, പല പല നെയിമുകൾ. കിട്ടു ഓൾറെഡി ബ്രില്യന്റ് ആയിട്ട് ഒരു സ്റ്റുഡന്റ് ആണ്. ഓൾറെഡി എന്ത് വെച്ചാലും പറയും. മോനെ കുട്ടു, 4 എത്ര? ഞാനും മുഞ്ഞാള്. തെറ്റ്, കറക്റ്റ് പറ. മാമൻ ഇത്രയും നാളും പഠിക്കാനൊന്നും പോയിട്ടില്ലയോ? എന്തിനാ എന്നോട് ഇത് ഇങ്ങനെ ചോദിക്കുന്നേ? അമ്മ ഇത് കണ്ടോമ്മേ ചോദിക്കുന്നു. മോന് കറണ്ട് അഫയേഴ്സ് എന്തെങ്കിലും അറിയാമോ? ഇന്നലെ സഞ്ജു സാംസൺ കളിച്ചതിനെ പറ്റി ഒന്ന് പറഞ്ഞേ. മാമ ഇന്നലെ T20 സഞ്ജു സാംസൺ 89 റൺസ് എടുത്തു. ഓൾറെഡി 3 മാച്ചസിൽ സഞ്ജു സാംസൺ ഹൈ സ്കോർ ആണ് നേടിയത്. പിന്നെ മാൻ ഓഫ് ദി സീരീസ് സഞ്ജു സാംസണാ. ഓ, ഇത്രയ്ക്കും ബ്രില്യന്റ് ആയിരുന്നോ? പിന്നല്ലയോ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അങ്ങനാണ് സഞ്ജു സാംസൺ ഫുട്ബോളിലെ ഗോൾ കീപ്പർ ആയത്. ബ്രില്യന്റ്, അൾട്ടിമേറ്റ് ബ്രില്യന്റ്. ഇവിടെ നടന്ന കാര്യം വെളിയിലൊന്നും പറയരുത്. എഡിറ്റ് ചെയ്തേ പറയൂ. അവസാനത്തെ പോർഷനെ കട്ട് ചെയ്തേക്കണേ. ഇച്ചിരി വെള്ളം കിട്ടുമോ? എനിക്ക് എനിക്ക് ടാങ്ക് വേണം, ടാങ്ക്. കുട്ടു, ഡോണ്ട് കോൾ അമ്മച്ചി, only call മമ്മി. ഓക്കേ? മമ്മി, ഇതെന്താ ആടിനുണ്ടായതാണോ? മമ്മി, മമ്മി. മിണ്ടടാ ആട് മോനെ. മോനെ, നമുക്കൊരു റീൽ എടുക്കാം. മാമ തുളസി വേണോ അതോ പരമാനു വേണോ? മോനെ, നീ തുളസിയോ കുളത്തിന്റെ ഇലയോ എന്തേലും ആക്കിക്കോ, പക്ഷെ മോനൊന്ന് നേരെ ഇരുന്നാ മതി. അയ്യോ, മാമൻ ചുമ്മാ പറഞ്ഞതാടാ, എന്റെ പൊന്നല്ലേടാ. അയ്യോ, സ്പേസ് ഇല്ലല്ലോ. മാമ ഫോണിനകത്ത് ആ ടെലിഗ്രാമിനകത്ത് മറ്റേ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി, സ്പേസ് കിട്ടും. എന്തോ ഇവിടെ കിട്ടു. ഞങ്ങള് തുളസിയെ. എനിക്ക് നല്ല പനിയുണ്ടേ, അപ്പം വെള്ളത്തിലിട്ട് കുറച്ച് തുളസി ഇങ്ങ് തരാമെന്ന് മോനോട് ചോദിച്ചാ. ഉണ്ടോ? അത് പിന്നെ കുഴപ്പമില്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുടിച്ചോളാം. പനിയാണ്. അല്ല ചേച്ചി, ഇവിടെ വല്ല മില്ല് വല്ല ഉണ്ടോ? എന്തോ ഒരു പരവരാന്നുള്ളൊരു സൗണ്ട്. അയ്യോ, അത് കുഞ്ഞ് നട്ട്സ് ഒക്കെ തിന്നുന്നതിന്റെ സൗണ്ടാ. അയ്യോ, ഇവിടെ വേറെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടോ ഇനി? അയ്യോ, അതെന്റെ കുഞ്ഞാങ്ങളെയാ. കുഞ്ഞാങ്ങളെയോ? എത്ര വയസ്സുണ്ട്? ഈ ചിങ്ങത്തി 20 തികയും. അല്ല, അവനെന്തോ പണി? അവൻ വെറുതെ ഇരിപ്പാ. വീട് തീർപ്പോ? അല്ല, വെറുതെ ഇരിപ്പാ. അവനിങ്ങനെ നട്ട്സ് ഒക്കെ തിന്നും. നട്സ് തിന്നാനെന്തോ അണ്ണാനോ? പിന്നെ ഈ ഹോർലിക്സിനകത്തൊക്കെ ഇങ്ങനെ കൈ ഇങ്ങോട്ട് ഇട്ട്. ഓ, നക്കി തിന്നെയല്ലയോ? എന്റെ അനിയൻ. എന്താ? മനസ്സിലായി. മാമ കളിപ്പാട്ടം എടുക്കും മാമ. നമ്മുടെ കയ്യിൽ ഒരു എക്സ്ക്ലൂസീവ് പ്രോഡക്റ്റ് ഉണ്ട്. ഇത് പിള്ളേരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിള്ളേരുടെ ബുദ്ധി ഉണ്ടല്ലോ 10% വർദ്ധിക്കും. ഇതാണ് ഐറ്റം, എക്സ്ക്ലൂസീവാ. അയ്യോ, ഇത് ചെടിയല്ലയോ? ഇതിനകത്ത് ഇത്ര ബുദ്ധിശക്തി കിട്ടാന്? ഇത് നമ്മൾ റൂമിൽ കൊണ്ടുവച്ച് കഴിയുമ്പോഴേ ഓക്സിജൻ നല്ല കൂടുതൽ കിട്ടും ആ റൂമില്. പിന്നെ മെയിനായിട്ട് ഉപകാരം ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക്. പിന്നെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഓരോ ഇതളുകൾ 1 2 3 4 5 6 7 8 9 പറഞ്ഞ് എണ്ണി പഠിക്കാം. പിന്നെ ഇത് എണ്ണുന്നതിനോടൊപ്പം നമ്മളെ മൈൻഡ് റിലാക്സ് ആവും. പിന്നെ വീട്ടിൽ ചെറിയ എന്തെങ്കിലും വഴക്കൊക്കെ കൊണ്ട് എറിഞ്ഞങ്ങ് പൊട്ടിക്കരുത്. കുറച്ച് കിട്ടുന്ന സാധനമല്ലയോ. പിന്നെ റീപ്ലേസബിളും ആണ് 1 ഇയർ. ഇത്രയൊക്കെയാ. ഞാൻ മോനെ ഇതൊന്ന് പിടിച്ചോടാ, ഒരു ഫോട്ടോ എടുക്കട്ടെ മാമൻ. ഇരുന്നാടാ. കൊച്ചിന്റെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. അല്ല, ഇത് കമ്പനി കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ പിടിച്ചാൽ വേണ്ട, ഞാൻ എന്റെ കുഞ്ഞിന്റെ ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ പോലും ഇടാറില്ല. കുഴപ്പമില്ല, നമുക്ക് ഇന്ന് മുതൽ ഇട്ട് തുടങ്ങാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? കിട്ടു, ത്രോ അവേ. അയ്യോ ചേച്ചി, ഇത് ഇങ്ങനെ എടുത്ത് എറിഞ്ഞു കഴിഞ്ഞാലേ ഇത് മേടിച്ചാലേ നമുക്ക് റീപ്ലേസ്മെന്റ് വാറന്റി എടുത്തുള്ളൂ. അതുകൊണ്ട് ഇത് മോശമായി പോയി, പൈസ വേണം. കിട്ടു, why do this? You do this and I do this. അയ്യോ,
അയ്യോ ചേച്ചി നല്ല വയറുവേന, ആ വെള്ളത്തിന് എന്തോ കുഴപ്പമുണ്ട്. ഞാൻ പോയിട്ടെ കുറച്ച് തൂരിട്ട് വരാം. എടാ നീ എന്ത് കൊടുക്കാനാണ് ഈ തുരുതുരാന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാമെന്ന്. എടാ എന്തുവായി, ഫോട്ടോ എടുത്തോ? എടാ ആ ഫോട്ടോ എടുക്കാൻ ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്, ആ തള്ളച്ചി സമ്മതിക്കുന്നില്ലെന്ന്. കൊച്ചിന്റെ ഫോട്ടോ എടുക്കുന്നത് കണ്ടാൽ മാത്രം മതിയായിരുന്നു. നീ ഒന്ന് വെയിറ്റ് ചെയ്യും, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. നീ എപ്പോഴും കിടന്ന് ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ സെറ്റ് ചെയ്യും. എടാ അവളുടെ ആങ്ങളെ അവിടെ ഉണ്ട്, പ്രശ്നം വല്ലതും ഉണ്ടോ? അയ്യോ അവനെ കൊണ്ട് പ്രശ്നമേ ഉള്ളൂ. ഇവിടെ എനിക്ക് ചെവിക്ക് റെസ്റ്റ് ഇല്ല, കുരുകുരാന്ന് മറ്റേ ചെവിയുടെ ചിലക്ക് സൗണ്ട് ഇല്ലയോ, അതുകൊണ്ട് ഇരുന്ന് കൊറിക്കോടാ മണ്ടക്ക്. ഇവനെ കൊണ്ട് ഒരു ഗുണമില്ലല്ലോടാ, പരഗതി ഇല്ലാത്തവൻ. നീ എന്തായാലും മാക്സിമം ഒന്ന് നോക്കുക കേട്ടോ. ആ ശരി. അതെ, ഞങ്ങളിവിടെ പുറത്തുനിന്ന് ആരെയും ബാത്റൂമിനകത്തൊന്നും കേറ്റത്തില്ലായിരുന്നു. ആഹാ ബാക്ടീരിയ പടരുന്നു പറഞ്ഞിട്ടില്ലയോ? എന്റെ ഫ്രഷാ, ബാക്ടീരിയ ഒന്നും ഇല്ല. തന്നെ എവിടെയോ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ കല്യാണത്തിനൊന്നും വന്നിട്ടൊന്നുമില്ലേ? ഇനി ഞാൻ അതിന് ചോദിച്ചില്ലല്ലോ. അതിന് മുന്നേ ഞാനങ്ങ് ഡിഫെൻഡ് ചെയ്തല്ലയോ. ഞങ്ങളുടെ കമ്പനിയുടെ ഒരു ലക്കി ഡ്രോ ഉണ്ടായിരുന്നു, അതിനകത്തിൽ വിന്നേഴ്സ് നിങ്ങളാണ്. ഇനി ഞങ്ങളൊന്നും പൂരിപ്പിച്ചു കൊടുത്തില്ലല്ലോ. നിങ്ങൾ എന്നെ കക്കൂസി വരെ കയറാൻ അനുവാദം തന്നേ ഇല്ലയോ? ഞാൻ അങ്ങ് എഴുതി പൂരിപ്പിച്ചു കൊടുത്തത്. 5 ലക്ഷം രൂപയാ പ്രൈസ് ആയിട്ട് കിട്ടിക്കുന്നത്. അപ്പൊ ഈ 5 ലക്ഷം രൂപ വേണമെങ്കിൽ ഞാൻ ഈ പറയുന്ന സ്പോട്ടിലോട്ട് നാളെ രാവിലെ 11 മണിയാകുമ്പോൾ നിങ്ങൾ കുഞ്ഞു മാത്രം, ആ മണ്ടക്കിരുന്ന് കുറയ്ക്കുന്നതന്നെ വിളിക്കണ്ട, നിങ്ങൾ കുഞ്ഞു മാത്രം വരിക. അമ്മേ, മാമന്റെ കൂട്ടുകാരന്റെ ഫോട്ടോ. കൂട്ടുകാരനെ കാണാനേ എന്റെ വീട്ടില് എന്തോ ഒരു ഇവിടൊക്കെ. അയ്യോ ഇവൻ ഏതാ ഇവൻ? എനിക്ക് ഇവനൊന്നും അറിയത്തില്ല. ഞാൻ എറണാകുളം വരെ ട്രെയിനിലൊന്ന് പോയപ്പോഴേ ഒന്ന് വഴി വെച്ച് കണ്ട്, അതിനകത്ത് തന്നെ കാണാൻ കൊള്ളാം, അതുകൊണ്ട് വാൾപേപ്പർ ഇട്ട. അല്ല ഇവനെ ആർക്കറിയാം, ഇവന് ഏതാ ഇവൻ? അമ്മേ, മാമന്റെ കോള്. അയ്യോ ഇനി എന്തോ എന്നോട് ഞാൻ പറഞ്ഞേ, വിളിക്കല്ലേ. എടാ പിന്നെ അവൾ ഒരിക്കലും അറിയരുത് ഞാൻ നിന്റെ കുഞ്ഞിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് പറഞ്ഞു വിട്ടാന്നുള്ളത്. ഇല്ല, അറിഞ്ഞിട്ടില്ല. അവളുണ്ടല്ലോ ഇത്രയും നാളായിട്ട് എന്റെ കൊച്ചിനെ കാണിക്കാതെ ഇങ്ങനെ വെച്ചേക്കുവോ. ഞാനുണ്ടല്ലോ എന്റെ കൊച്ചിന്റെ ആ മുഖവും ആ സൗണ്ടും ഒന്ന് കേൾക്കാനായിട്ട് കാത്തിരിക്കുവോ. ഹായ് മാമ. ആരത്? കിട്ടുവാണോ ഇത്? കിട്ടും, നിന്നെ ഞാൻ നല്ലത് കിട്ടിക്കാം. നമുക്കിനി കുറച്ച് പ്രഭാകരൻ മെമ്മോറിയലിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള വെറും കിഡിലെ പ്രൊഡക്ട്സ് കണ്ടാലോ? ഇതൊക്കെ വെറും സാമ്പിളാണ്, കിഡിലെ സാധനങ്ങളുണ്ട്. കിഡിലെ നമുക്കൊന്ന് പരിചയപ്പെടാം. തൽക്കാലം അവിടെ നിന്ന് നിന്നേ. എടാ എന്തുവായി, ഫോട്ടോ കിട്ടിയോ? കിട്ടി, ഇപ്പൊ വാട്സാപ്പിലേക്ക് അയച്ചിട്ടുണ്ടോ? It's all right.